ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക്, കേരളത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലിലേക്ക് ശശി തരൂർ എംപിയെ നേരിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് എ റഹീം എംപി. പക്ഷേ ഈ ഒരു ക്ഷണം അത് രാഷ്ട്രീയപരമായി ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ്, ഇതിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ എ റഹീം എംപി തന്നെ റിപ്പോർട്ടിനൊപ്പം ചേരുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമുണ്ടോ? വികസനത്തിൻ്റെ രാഷ്ട്രീയമാണുള്ളത്. കേരളത്തിൽ വികസനം ഉണ്ടാകണം, കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം. വളരെ അഭൂതപൂർവമായ അവിശ്വസനീയമായ ഒരു മുന്നേറ്റം കേരളത്തിലുണ്ടായിരിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി എക്കോസിസ്റ്റം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇത് അന്തർദേശീയ ഏജൻസികൾ ഡേറ്റ അനാലൈസ് ചെയ്ത് അവർ തന്നെ പറയുന്നു, ഡേറ്റയെ ആസ്പദമാക്കി, വസ്തുതകളെ ആസ്പദമാക്കി അവിശ്വസനീയമായൊരു മാറ്റമുണ്ടായിരിക്കുന്നു. നീതി ആയോഗ് സമർത്ഥിക്കുന്നു. നമ്മുടെ ദേശീയ ഏജൻസികളെല്ലാം ഇത് സംബന്ധിച്ചുള്ള റാങ്കിങ്ങിൽ കേരളത്തിന് വലിയ മാർക്കിടുന്നു. കേരളത്തിൻ്റെ സംരംഭക വർഷം എന്ന മോഡൽ ഒരു ബെസ്റ്റ് പ്രാക്ടീസിങ് മോഡലായി വ്യവസായ മേഖലയിൽ രാജ്യത്താകെ ശുപാർശ ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് വികസനത്തിൻ്റെ പൊളിറ്റിക്സാണ്. അപ്പോൾ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഡോക്ടർ ശശി തരൂർ ഇതിന് സമാനമായി ഈ ഡേറ്റകളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയ ലേഖനത്തിൽ സൂചിപ്പിച്ചത് അവിശ്വസനീയമാണ് എൻ്റെ കേരളത്തിൻ്റെ മാറ്റം എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് അദ്ദേഹത്തെ കല്ലെറിയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് നേരത്തെ നിശ്ചയിച്ചൊരു പരിപാടി ഡിവൈഎഫ്ഐയുടെ നടക്കുന്നു. മെബാസോ എന്ന പേരിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ. രാജ്യത്ത് ആദ്യമായിട്ടാണ് യുവജന സംഘടന അത്തരമൊരു ഫെസ്റ്റിവൽ എടുക്കുന്നത്. മാർച്ച് 1-2 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, എന്നാൽ പിന്നെ ശ്രീ ശശി തരൂർ വരാൻ തയ്യാറാകുമെങ്കിൽ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഡിവൈഎഫ്ഐക്കുള്ള യോജിപ്പാണ് അദ്ദേഹത്തോട് ഞങ്ങൾ നടത്തിയ ക്ഷണത്തിൽ പ്രകടമായത്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹത്തെ ആത്മാർത്ഥമായി ക്ഷണിച്ചു. അദ്ദേഹം നല്ല വാക്കുകൾ കൊണ്ട് ഞങ്ങളെ സ്വീകരിച്ചു, നല്ല നിലയിൽ ഞങ്ങളോട് പെരുമാറി. അതിലുപരിയായിട്ട് അദ്ദേഹം കേരളത്തിൻ്റെ വികസനത്തിന് എനിക്ക് മുൻപ് തന്നെ രാഷ്ട്രീയമില്ല, അതിനെയും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു രാഷ്ട്രീയം വികസനം ഇത് രണ്ടായി നമ്മൾ ഉയർത്തിരിക്കുക എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം നടത്തി. മാർച്ച് 1-ാം തീയതിയിലും 2-ാം തീയതിയിലും അദ്ദേഹം 1-ന് സൂറത്തിലും 2-ന് അദ്ദേഹം കോട്ടയത്തും നേരത്തെ നിശ്ചയിച്ച പരിപാടികളിൽ പങ്കെടുക്കാനുണ്ട്. നേരത്തെ നിശ്ചയിച്ചത് പോയതാണ്. 3-ാം തീയതി തനിക്ക് എറണാകുളത്തേക്കാണ് മടങ്ങേണ്ടതും. അപ്പോൾ അതുകൊണ്ട് ദയവായി എന്നെ ഇത്തവണ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല നിലയിൽ തന്നെ ഞങ്ങളോടൊപ്പം ചിത്രമെടുത്ത് പിരിയുകയാണ് ചെയ്തത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ലേഖനം എഴുതിയില്ലായിരുന്നെങ്കിൽ ഡിവൈഎഫ്ഐ അദ്ദേഹത്തെ ക്ഷണിക്കുമായിരുന്നു? അല്ല, ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ക്ഷണിച്ചത്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീ ശശി തരൂരിനെ YLF-ൻ്റെ ഫസ്റ്റ് എഡിഷൻ നടക്കുമ്പോൾ ഞങ്ങളത് ക്ഷണിക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോഴല്ല, ഫസ്റ്റ് എഡിഷൻ. അപ്പോൾ ഞങ്ങൾ ആ പരിപാടിയിലേക്ക് ശ്രീ രമേശ് ചെന്നിത്തലയെ ഞങ്ങൾ ക്ഷണിക്കാൻ ശ്രമിച്ചിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങൾ പൊതുവിൽ നമ്മൾ ഇത്തരം ഇവൻറ്റുകളിലൊക്കെ തന്നെ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്. ചിലർ വരും, ചിലർ രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ വരാതിരിക്കും, ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇതിലിപ്പോൾ ഒരു സംശയവും വേണ്ട, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കണമെന്ന് ആലോചിച്ചത്. അപ്പോൾ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ക്ഷണിച്ചു. അത് വളരെ പോസിറ്റീവായിട്ടല്ലേ. കാരണം ഞങ്ങളിപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കാര്യം, ഇപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ വേദിയിൽ വന്നു വന്നിരിക്കട്ടെ, അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ മിനിസ്റ്റർക്കൊപ്പമുള്ള ഒരു സെഷനിലേക്കാണ് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചത്. ആ ചർച്ചാ വേദിയിൽ അദ്ദേഹം ഞങ്ങളോട് എന്തെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തി തന്നിരിക്കട്ടെ, അതിനെയും ആ നിലയിലല്ലേ അക്കൗണ്ട് ചെയ്യുന്നത്. പോസിറ്റീവായിട്ട് ഞങ്ങൾ എടുക്കും. അപ്പോൾ അങ്ങനൊരു ഡയലോഗിൻ്റെയും നമ്മൾ ആശയവിനിമയത്തിൻ്റെയും പ്രൊഡക്റ്റീവായ കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റേതുമായ ഒരു ഗുണകരമായ അന്തരീക്ഷം കേരളത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയണ്ടേ ഇന്ത്യക്ക്? ഞങ്ങളതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഡിവൈഎഫ്ഐ നോക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് പറയുന്നത് ഈ ഒരു സാഹചര്യം മുതലെടുക്കാനുള്ള ശ്രമമാണോ ഡിവൈഎഫ്ഐ നടക്കുന്നത് ഇതിലൂടെ? എത്ര ബാലിശാണ് ഇത്! ഈ സാഹചര്യത്തിൽ എന്ത് അസ്വാഭാവികതയാണ് കോൺഗ്രസ് കാണുന്നത്? അവർ പറയുന്ന ഒരു നരേഷൻ, കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഒരാൾ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് LDF ഗവൺമെൻറ്റിനെ പ്രശംസിക്കാൻ പാടുണ്ടോ? ഇതാണ് ചോദിക്കുന്ന ലളിതയുക്തിയുടെ ചോദ്യം. കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രശംസിച്ചത്? ആരിഫ് മുഹമ്മദ് ഖാൻ RSSൻ്റെ ഏജൻ്റാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ആളാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പോകരുത്, അദ്ദേഹം കേരളത്തിന് ഗുണകരമായ സംഭാവനകൾ ചെയ്തയാളാണ്, അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് പോകരുത് എന്ന് പറഞ്ഞത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനല്ലേ? അത് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടാണോ പറഞ്ഞത്? അപ്പോൾ അതിൽ ഒരസഹിഷ്ണുതയില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് KC വേണുഗോപാൽ പറഞ്ഞോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് VD സതീശൻ അഭിപ്രായമുണ്ട്? ആർക്കുമില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെയോ KACൻ്റെയോ മാർച്ചും പ്രഖ്യാപിച്ചില്ല. വികസനത്തിൻ്റെ കാര്യത്തിൽ ഡേറ്റയെ മുൻനിർത്തി അന്തർദേശീയ ഏജൻസികൾ പ്രൊവൈഡ് ചെയ്ത ഡേറ്റയെ മുൻനിർത്തി കേരളത്തിലുണ്ടായിരിക്കുന്ന വലിയ മാറ്റത്തെ, അവിശ്വസനീയമായ മാറ്റത്തെ ശ്രീ ശശി തരൂർ ഊന്നി പറഞ്ഞു. അതിന് അദ്ദേഹത്തെ എന്തിനാണ് കല്ലെറിയുന്നത്? കേരളത്തിൽ ഇപ്പോൾ ശശി തരൂർ കൂടി അങ്ങനെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ, ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ലേഖനത്തിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കുറേ കൂടി നിക്ഷേപകർ കേരളത്തിൽ വന്നു വന്നിരിക്കട്ടെ. അതിലൂടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളെ
കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടത്? പക്ഷേ ഇപ്പോൾ നടക്കാൻ പോകുന്ന പല ഈ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും പ്രതിപക്ഷം സഹകരിക്കും എന്നുകൂടി പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും വരണം, സഹകരിക്കണം. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ പണ്ട് ഉമ്മൻചാണ്ടി കാലത്ത് പണ്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അന്ന് നടന്നു, ജിമ്മ് അന്ന് നടക്കുമ്പോൾ ഒരൊറ്റ രൂപയുടെ നിക്ഷേപം അന്ന് കേരളത്തിൽ അതിൻ്റെ ഭാഗമായി വന്നിരുന്നില്ല. പക്ഷേ അതിലന്ന് കേരളത്തിൻ്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിരുന്നു. അന്ന് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് പോയി പങ്കെടുത്തിരുന്നു. ഞങ്ങളിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിനും എടുത്ത സമീപനം എന്താണ്? ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാലും ഞങ്ങൾ ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകും. ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ഞങ്ങൾ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. അത് 57 ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തൃശ്ശൂരിൽ ചേർന്ന സമ്മേളനത്തിൽ 57 ഗവൺമെൻറ് എങ്ങനെയാണ് അടിസ്ഥാനശില ഇടേണ്ടത് വന്നാൽ ഞങ്ങൾ കാഴ്ചപ്പാടുണ്ടാക്കി. പിന്നീട് ഇങ്ങോട്ട് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ്സിലൂടെ ഞങ്ങൾ ഒരു രൂപരേഖയുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വരുന്ന 25 വർഷത്തെ കേരളത്തെ വികസിത രാജ്യങ്ങളിലെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിനൊപ്പം കേരളത്തിലെയും ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിത നിലവാരത്തെ മാറ്റാനുള്ള ഇടപെടലാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന രൂപരേഖ. പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഞങ്ങൾ 2016 മുതൽ ഊന്നിയത്, 2016 മുമ്പ് ഈ രൂപരേഖയിലെല്ലാം ഊന്നിയത് സാമൂഹികമായ പുരോഗതിയാണ്. വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സോഷ്യൽ സെക്യൂരിറ്റി ഞങ്ങൾ ബെസ്റ്റ് മോഡലായി. 2016 മുതൽ ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ് ഊന്നുന്ന പ്രധാനപ്പെട്ട കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് സൗഹൃദമാക്കി മാറ്റുക, സ്റ്റാർട്ടപ്പ് സൗഹൃദമാക്കി മാറ്റുക, ടൂറിസം, ഉന്നത വിദ്യാഭ്യാസം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. 2016 മുതൽ ഗവൺമെൻറ് എടുക്കുന്ന വലിയ എഫർട്ടുകളാണ്. ഇപ്പോൾ ദേശീയ മലയോര ഹൈവേ ഇപ്പോൾ യാഥാർത്ഥ്യമായി, ഈ ജലപാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പറയുന്ന 2016 മുതൽ ഞങ്ങളെടുത്ത് വരുന്ന ഞങ്ങൾ കൃത്യമായ രൂപരേഖയുണ്ട്, മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അതനുസരിച്ച് ഞങ്ങൾ ചെയ്യാണ്. അതിൻ്റെ ഗുണമാണ് ഈ വരുന്നത്. ആ വരുന്നതിനെ പോസിറ്റീവായിട്ട് കാണണ്ടേ? ഇനി സാക്ഷരത, നമ്മളെടുത്ത എഫർട്ടുകൾ പിന്നീട് ഗുണകരമായി. ഇപ്പോൾ നയനാരുടെ കാലത്താണ് സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചത്. എന്നതുകൊണ്ട് സാക്ഷരത കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയുണ്ടെന്നൊരു കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ചാൽ അയാളെ കലർന്ന് അങ്ങനെ ഇരിക്കും. നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്നൊരു ഇനിഷ്യേറ്റീവിനെ പോസിറ്റീവായിട്ട് മാർക്ക് ചെയ്യേണ്ടതിനെ പോസിറ്റീവായിട്ട് മാർക്ക് ചെയ്യണം. ഞങ്ങളുടെ ഗവൺമെൻറ് വിമർശിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിച്ചോന്നേ. പക്ഷേ പോസിറ്റീവായി പറയേണ്ടതിനെയും വിമർശിക്കാൻ വേണ്ടി കാണിക്കുന്ന മാനസികാവസ്ഥ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് കേരളത്തിൻ്റെ പുരോഗതി ഗുണകരമല്ല. ഇനി നിങ്ങളീ പറയുന്ന അതേ മാനദണ്ഡം എന്തുകൊണ്ടാണ് തിരുവഞ്ചൂരിന് ബാധകമാകാത്തത്? വളരെ ക്ലിയറായി പറയണം. പിന്നെ ശ്രീ എളമ്പരക്കരി വന്ന് വ്യവസായ വകുപ്പ് മന്ത്രി, അന്ന് കേന്ദ്രമന്ത്രിയാണ് ശ്രീ എ കെ ആൻ്റണി, തിരുവനന്തപുരത്ത് ബ്രഹ്മോസിൻ്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് എളമ്പരം കരിമീനെ ചാരത്തിരുത്തി അദ്ദേഹം പറഞ്ഞു, കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി കേരളത്തിൻ്റെ സംരംഭങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടിനെ പ്രത്യേകം അഭിനന്ദിച്ചു കേരള ഗവൺമെൻറ്റിനെ. ശ്രീ എ കെ ആൻ്റണി, ആ എ കെ ആൻ്റണിയോട് കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? അപ്പോൾ നിങ്ങൾ ഇന്ന് ബി ജെ പി ഇത്ര കണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടും കേരളം റിവൈവ് ചെയ്യുന്നു, കേരളം സർവൈവ് ചെയ്യുന്നു, കേരളം മുന്നേറുന്നു എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അന്താരാഷ്ട്ര ഏജൻസികൾ പറയുമ്പോൾ അത് ശരിയാണെന്നും അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരാണെന്നും ബി ജെ പിക്കെതിരെ പറയാനുള്ള ഒരു ടേക്കായി അവസരമായി എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം അത് കാണാത്തത്? ഇതേ സാഹചര്യം ശശി തരൂരിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കണ്ടോ, നിങ്ങൾ ബി ജെ പി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഇങ്ങനെയധികം ബുദ്ധിമുട്ടിച്ചിട്ടും കേരളം മുന്നേറിയിരിക്കുന്നു എന്ന് കേന്ദ്രത്തെ നോക്കി പറയാൻ എന്തേ ശ്രീ കെ സി വേണുഗോപാലിന് ആ രാഷ്ട്രീയം തോന്നാത്തത്? എന്തേ ശ്രീ വി ഡി സതീശൻ ആ രാഷ്ട്രീയം തോന്നാത്തത്? ശശി തരൂരിനോടുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ വിരോധമാണോ ഇത്തരത്തിൽ അവരെ ചിന്തിപ്പിക്കുന്നത്? അതിനകത്ത് കോൺഗ്രസിനകത്ത് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണല്ലോ. നിങ്ങൾ കാണേണ്ടത് അതിനകത്ത് അധികാര കൊതി എന്നതിനപ്പുറത്ത് കേരളത്തിൻ്റെ പുരോഗതി, കേരളത്തിൻ്റെ രാഷ്ട്രീയമായ സാമൂഹ്യമായ മുന്നേറ്റം, ഇനി പോട്ടെ കോൺഗ്രസിൻ്റെ തന്നെ രാഷ്ട്രീയ വളർച്ച, ഇതൊന്നും അവർക്ക് ബാധകമല്ല. നിങ്ങൾ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ശാപമാണ്. ഇനി കേരളത്തിൽ മാത്രമല്ല, എവിടെ അങ്ങനെയല്ലേ? തെലുങ്കാനയിൽ എത്ര കാലത്തിന് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി വന്നത്? എന്താ അവിടെ നിന്ന് വരുന്ന വാർത്ത? മുഖ്യമന്ത്രിക്കെതിരെ അവിടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കോൺഗ്രസിൻ്റെ ശാപമാണ്. എന്താ കർണാടകയിൽ കാണുന്നത്? കോൺഗ്രസ്സിന് ഇന്നത്തെ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ തെളിവാണിത്, കെട്ടുറപ്പില്ലായ്മയുടെ തെളിവാണിത്. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിൻ്റെ പ്രശ്നം എന്താണ്? അത് പറയണം. നിങ്ങൾക്ക് ഈ പ്രശ്നം കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസ് എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയൊന്നും അഭിപ്രായം പറയാൻ പാടില്ല, പോസിറ്റീവ് പറയാൻ പാടില്ലെങ്കിൽ തിരുവഞ്ചൂരിനെങ്കിൽ ബാധകമല്ലേ? എന്താ തിരുവഞ്ചൂരിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മിണ്ടിയില്ല? ഇനി പോട്ടെ, ഇതേ പ്രതിപക്ഷ നേതാവല്ലേ ഗോൾവൽക്കറുടെ വേദിയിൽ പോയിട്ട് ഗോൾവൽക്കർ മഹാൻ എന്ന് പറഞ്ഞത്?
ഇപ്പോൾ ഗോൾവൽക്കറെ അനുസ്മരിക്കാനും ഗോൾവൽക്കറുടെ മുമ്പിൽ തലകുണിച്ച് നിൽക്കാനും ഗോൾവൽക്കറെ അനുമോദിക്കാനും ശ്രീ ശശി തരൂർ വി ഡി സതീശന് അവകാശമുണ്ട്. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഡേറ്റകളെ ഉദ്ധരിച്ച് അന്തർദേശീയ ഏജൻസികൾ പറഞ്ഞൊരു കാര്യത്തെ ഉദ്ദേശിച്ച് കൈയടിച്ചാൽ അത് നല്ലതാണെന്ന് പറഞ്ഞാൽ, എന്നെ മലയാളി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, അയ്യോ അതൊരു കല്ലെറിയും. അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. കേരളം രക്ഷപ്പെട്ടു വരുന്നതിലും കേരളം പുരോഗതി പ്രാപിക്കുന്നതിനും എത്ര സൗഹൃദപരമായ അന്തരീക്ഷം ഉണ്ടാകുന്നതിനനുസരിച്ച് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടില്ലേ? ആ റിയാലിറ്റിയെ അഡ്മിറ്റ് ചെയ്യാൻ എന്തിനാണ് കോൺഗ്രസ് മടിക്കുന്നത്? ഞങ്ങളിതാ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടത്തുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് യുവജന സംഘം നടത്തുന്നത്. അത് വികസനത്തിനൊപ്പം നിൽക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വികസനവുമായി ബന്ധപ്പെട്ട ആളുകളെയും ക്ഷണിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീധരൻ അടക്കമുള്ളവരെ ഡിവൈഎഫ്ഐ ക്ഷണിക്കുമോ ഈ ഒരു ചടങ്ങിൽ? ഈ കാര്യത്തിൽ ഈ ശ്രീധരൻ പർട്ടിക്കുലർലി ഇല്ല, അങ്ങനെ ഒരു പേരിനെ ചില അദ്ദേഹത്തെ വന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിൽ വേറെ വിരോധമൊന്നുമില്ല. വേറെ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് യാതൊരുവിധ നയപരമായൊരു പ്രശ്നം ഡിവൈഎഫ്ഐക്ക് അക്കാര്യത്തിൽ ഇല്ല. പക്ഷെ ക്ഷണിച്ചിട്ടില്ല ഇതിൽ. പക്ഷേ അതുപോലെ തന്നെയുള്ള രാഷ്ട്രീയമൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഞങ്ങളോട് പലപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള നിരവധി ആളുകൾ. എന്നാൽ ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ക്ഷണിക്കാവുന്ന പലരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അവർ പലരും പങ്കെടുക്കുന്നുണ്ട്. സ്വതന്ത്രമായ അഭിപ്രായവും നിലപാടുമുള്ളവർ വരുന്നുണ്ട്. ടെക്നോക്രാറ്റുകൾ വരുന്നുണ്ട്. മാനേജ്മെൻറ്റ് രംഗത്തെ വിദഗ്ധർ വരുന്നുണ്ട്. അവരൊക്കെ വരികയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും വേറെ ക്ഷണിച്ചിട്ടുണ്ടോ? വേറെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. ഏതായാലും വികസനത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് എ റഹീം എം പി പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം കണ്ടെത്തേണ്ട കാര്യമില്ല. ഇതൊക്കെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നത് കോൺഗ്രസിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് പരിശോധിക്കണം എന്നുകൂടിയാണ് റഹീം എം പി വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പെരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ജോയിസ് ഡാനിയൽ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.